നമ്മൾ മറന്നു പോകുന്നതും വില കൊടുക്കാത്തതും നമ്മൾ കാര്യമാക്കാത്ത ഒരു വിഷയമാണ് ഈ രാജകീയ ദൗത്യം എന്നുള്ളത്. There is something called the kingly mission that we often undervalue, we often overlook, and we often ignore. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, നമ്മുടെ തലമുറകൾ നമ്മളെല്ലാവരും ഒരു ഡിവൈൻ പദ്ധതി ക്യാരി ചെയ്യുന്നവരാണ്. Last week we looked at the divine purpose that our generation is carrying. അത് പലപ്പോഴും എവിടെയൊക്കെ നമ്മൾ മറന്നു പോവുകയാണ്. Many at times we tend to forget this. അവിടുന്ന് ഒന്നുകൂടെ പരിശുദ്ധാൽ ഒന്ന് തട്ടി ഉണർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. So today Holy Spirit is desiring to awaken you once again with regard to this mission. നമുക്ക് ആ വാക്യം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. Let us read the verse 1 Peter chapter 2 verse 9. നമ്മൾ ആരാണെന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. The verse reveals who we are. സ്തോത്രം. അത് മുഴുവൻ നമുക്ക് ചിന്തിപ്പോൾ സമയപരിമിതി ഉള്ളത് കൊണ്ട് ഒരു 4 കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചതാണ്. Since we have a limited time, we are going to focus only on 4 aspects of this verse. We are the holy people who are called out from the darkness to the light of God. Praise the Lord. നമ്മൾ അബദ്ധം പറ്റിയവരല്ല, അബദ്ധം പറ്റി വന്നതല്ല. ദൈവം വ്യക്തമായി കണ്ട് വിളിച്ചതാണ് നമ്മളെ ഓരോരുത്തരെയും. We are not here by mistake. We did not come around here by chance, but God has seen us and God has chosen us deliberately. ഈ ലേഖനം എഴുതുമ്പോഴൊക്കെ സഭ വലിയ പ്രതിസന്ധിക്കകത്തൂടെ കടന്നു പോകുമ്പോൾ പത്രോസ് അവരെ ഉറപ്പിക്കുകയാണ്, നമ്മൾ ആരാണെന്ന് അവരെ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. When Apostle Peter is writing this message to the church is going through a lot of turmoil, lot of problems, and Apostle Peter is reminding the church and assuring the people who they are. അതിന്റെ ഭാഗത്തിൽ ഒരു കാര്യം ഒന്ന് പറയാം. The royal identity we receive, നമുക്ക് ലഭിച്ച ഈ റോയൽ ഐഡന്റിറ്റിയെ പറ്റി 3-4 കാര്യങ്ങളൊന്ന് പറയാം. I would like to emphasize on 2 to 3 things about the royal identity that we received. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കാമെങ്കിൽ ഒന്നുകൂടെ നമുക്കൊന്ന് ആത്മാവിൽ ബലപ്പെടുവാനായിട്ട് പറ്റും. If all of us could remain prayerfully, then God will enable us to be strengthened in the Holy Spirit. അപ്പോൾ ഒരു റോയൽ മിഷൻ നമ്മുടെ ദൈവം പകർന്നിട്ടുണ്ട്. So there is a royal mission that God has bestowed upon us. അത് ഫുൾഫിൽ ചെയ്യുന്നതിന് മുൻപ് നാം തിരിച്ചറിയണം, നമുക്ക് ക്രിസ്തുവിലുള്ള നമ്മുടെ ഐഡന്റിറ്റി പല ആവർത്തി പല നിലകളിൽ ഈ മെസ്സേജ് ഇവിടെ വന്നതാണെങ്കിലും ഈ വചനത്തോടുള്ള ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ ഓർമ്മിക്കാം. Although this message, this identity has been discussed and delivered multiple times in this church, through this message, in the light of this message, let us look at the identity that we carry in Christ. ഒന്ന്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം. First of all, we are a chosen generation. പറഞ്ഞേ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറയാണ്. Let us say that we are a chosen generation. നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ, നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. Our family, our children, our generation, all of us are a generation chosen by God. നമ്മൾ കഴിഞ്ഞ പോലെ ഒന്ന് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, chosen generation. Please give your hand to the person next to you and say chosen generation. ഒന്ന് സന്തോഷത്തോടെ പറ. Declare it with joy. Praise the Lord. Hallelujah. ഈ ഒരു പദവി മറക്കരുത്. You should not forget this privilege. ഇവിടെ നമുക്ക് പറയാൻ കഷ്ടമുണ്ട്, കണ്ണുനീരിന്റെ അവസ്ഥയുണ്ട്, പലതും പറയാനുണ്ടെങ്കിലും ഇൻ സ്പിരിറ്റ് ആത്മാവിൽ എപ്പോഴൊരു ധൈര്യം വേണം. ഞാൻ അബദ്ധവശാൽ വന്നതൊന്നുമല്ല, ഞാൻ ദൈവത്താൽ കണ്ടവനാണ്, ദൈവത്താൽ തിരഞ്ഞെടുത്തവനാണ്, ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണെന്നുള്ള ബോധ്യം എപ്പോഴും നിങ്ങളെ ഭരിപ്പനിടയായി തീരണം. While we live in this world, we may have many problems, we may have many troubles that we are going through, but in spirit, you should have this realization that I am a chosen generation. I am called by the divine purpose of God. Praise the Lord. നമുക്കറിയാം, അതുകൊണ്ട് ഇന്ന് പകലിൽ ഹൃദയത്തിനകത്ത് പറയണം, അബദ്ധം പറ്റിയതല്ല.
So in your heart today, you have to declare that I'm not here by mistake, by chance. വന്നത് വെറുതെ അല്ല. I have not been here by in vain. എന്നെ പറ്റി ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. Because God has a purpose for me. ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ. God has chosen me. ദൈവം എന്നെ കണ്ടതാ. God has seen me. ഒരു 1-2 മിനിറ്റ് അതൊന്ന് പറഞ്ഞു. ദൈവം എന്നെ കണ്ടതാ. For a couple of minutes, let us declare this to ourselves. ദൈവം എന്നെ കണ്ടതാ. God has seen me. ദൈവം എന്നെ തിരഞ്ഞെടുത്തതാ. He has chosen me. എന്തിനാണെന്നറിയോ? ഇത് പറയുമ്പോൾ തന്നെ അകത്തുള്ള ചില ഭാരമൊക്കെ അങ്ങ് മാറുമെന്ന്. While we declare this to ourselves, certain burdens that we carry will be removed. നമ്മൾ ആരും ഇല്ലാത്തവരല്ല കേട്ടോ. We are not people who does not have anyone നമ്മളിങ്ങനെ else. ഒറ്റയ്ക്ക് അലഞ്ഞു വലയുന്നവരല്ലെന്ന്. We are not called to wander alone. ലോക സ്ഥാപനത്തിന് മുൻപ് ക്രിസ്തു യേശുവിൽ കണ്ടതാണ്, തിരഞ്ഞെടുത്തതാണ് ആ രാജകീയ പദവി. ഇന്ന് പകലക്കാലം മറന്നു പോകരുത്. ഇവിടെ അന്യരാണ്, പരദേശിയാണ്, പക്ഷേ ക്രിസ്തുവിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഞാൻ. We are the people who were chosen, who were seen before the foundations of the earth were laid. God has seen us and has appointed a royal priesthood upon us. We should not forget that, and we should declare this to ourselves. രാജ്യം തിരഞ്ഞെടുത്തത് ദാവീദിന്റെ വീട്ടിലെ സഹോദരന്മാരെയാണ്. അപ്പനും അമ്മയ്ക്കും പ്രാപ്തന്മാരായി തോന്നിയത് വണ്ണമുള്ള നീളമുള്ള യോഗ്യന്മാരെയാണ്. പക്ഷെ ദൈവം കണ്ടത്, ദൈവം തിരഞ്ഞെടുത്തത് മറന്നുപോയ, വിലയില്ലാത്ത, രംഗത്ത് വരാത്ത, മുൻപിൽ നിർത്താൻ കൊള്ളാത്ത, വിധി എഴുതി തള്ളിയതിന് ദൈവം കണ്ടു. ഇതാണ് മനുഷ്യന്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. Men chose the brothers of David. His parents thought that the one who is tall, the one who is well built, that is the person who is ideal for the kingship. Hallelujah. But God saw David as the one who is appointed. God chose the one who is hiding, who is not in the limelight, who is not seen as a strong person. God has chosen this person. God is looking beyond your appearances. നമ്മുടെ പുറമെയുള്ള അപ്പിയറൻസിനേക്കാൾ എന്തോ കുഞ്ഞെ ദൈവം നിന്നെ കണ്ടിട്ടുണ്ട്. നിന്റെ അപ്പനും അമ്മയ്ക്കും അറിയാത്തത്, ഇന്ന് വരെ സഹോദരങ്ങൾ തിരിച്ചറിയാത്തല്ല, നിനക്ക് തന്നെ തിരിച്ചറിയാത്ത എന്തോ ദൈവം നിന്നെ കണ്ടിട്ടാണ്. അവൻ തെറ്റുപറ്റാതെ സ്വർഗത്തിലെ ഉന്നത വിളി, ആ വിശുദ്ധ വിളിയാൽ നിർണയ പ്രകാരം നിന്നെ വിളിച്ചതാണെന്ന് ഇന്ന് പകലക്കാല വിശ്വാസം അകത്തൊന്ന് കത്തോട്ട്. Let us have this faith within us that God has seen something in you. My dear children, God has seen something in you, and God has appointed a divine purpose on your life which you have not seen. You may not have realized this. Your parents would not have seen this, but God himself has seen something in you that is valuable. അവൻ പലപ്പോഴും പറയത്തില്ല, ഞാനൊരു വേസ്റ്റ് ആണ്, അവൻ എന്തിനാണ് ഞാൻ ജനിച്ചത്, എന്തിനാണ് ഞാൻ ഈ വേദന അനുഭവിക്കുന്നത്, എന്ത് യൂസ്, ആർക്കും ഒരു പ്രയോജനമില്ല, ഒരു കഴിവില്ലാത്തവനൊക്കെ എവിടെയൊക്കെ എപ്പോഴൊക്കെ പറഞ്ഞ ചിലരോട് ഇന്ന് പോലൊക്കെ പരിശുദ്ധമോ പറയുന്നില്ല. നിനക്കറിയാത്ത ചിലത് ദൈവം കണ്ടിട്ടാണ് ഇവനെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് പേർ ചൊല്ലിയാണ് വിളിച്ചത്. പേർ ചൊല്ലി. If you have said this to yourself, I am not good enough, I am a waste, I am working in vain. If you have said this to yourself, Holy Spirit is speaking to you. That God has seen purpose in your life. God has called you by name for his divine purpose. royal identity മറന്നു പോകരുത്. You should not forget the royal identity. ദൈവം തിരഞ്ഞെടുത്തതാണ്. God has chosen you. ദൈവം തിരഞ്ഞെടുത്തതാണ്. You should declare to yourself, God has chosen me. ദൈവം ഇത് പിശാച് കേൾക്കട്ടെന്ന് ആങ്സൈറ്റി ഒക്കെ ഓടും, ഡിപ്രഷൻ അഴിഞ്ഞു മാറും. നീ പറ, സ്വർഗം കണ്ടതാ, മനുഷ്യൻ കണ്ടതല്ല, സ്വർഗം കണ്ടതാ, സ്വർഗം വിളിച്ചതാ. ഞാൻ അവന്റെ വകയാണ്, അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാണ്. Let the Satan listen to this. Let the enemies listen to this. Declare it with your tongue. Declare it with your mouth that I am a chosen person. Hallelujah. God has seen me. The heavens are in favor of me. Declare to yourself, I'm a chosen generation. When you say this, the anxieties will walk away. The hindrances will walk away. Every problem that you face will be removed. Praise the Lord. Hallelujah. നമ്മൾ രാജാവിന്റെ മക്കളാണ്. We are the children of the Lord of Lords. അവന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ കിടക്കുന്നു. His appointment is upon us. പ്രൈസ്, എത്രയൊക്കെ സന്തോഷമുണ്ട്. How many of you are happy? പ്രൈസ്, ഈ ലോകത്തിൽ ഒന്നുമില്ല, കർത്താവ് കണ്ടല്ലോ. Even though we have nothing in this world, but remember, God has seen us. എന്താ കഴിവുണ്ടായിട്ടാ?
What skill set do we have? എന്ത് ക്വാളിറ്റി ഉള്ളേ? What quality do we have? ഒന്നുമില്ലായിരുന്നു. There is nothing that we deserve. കർത്താവ് പറഞ്ഞു എനിക്ക് ഇവനെ വേണം. But God said, I want this person. അതുകൊണ്ട് ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ജീവിക്കണം. Hence, you should live this life with confidence, without any insecurities. ഇൻസെക്യൂരിറ്റി ഒക്കെ ഒന്ന് മാറിക്കേ. Let all the insecurities be removed. ഇത് മാത്രം മതി ഇന്ന് മുഴുവൻ പ്രസംഗിക്കാൻ. This is the only thing that is required to deliver the message for today. തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. We are the chosen generation. ഈ ആത്മയുദ്ധം ചെയ്യുമ്പോൾ ഇതൊക്കെയാ പറയേണ്ടത്. In your spiritual warfare, you should be declaring these things. പിശാചിന്റെ മുഖത്ത് നോക്കപ്പാട, പിശാചേ ഞാൻ ആ വീട്ടിൽ ഇവിടത്തുകാരനല്ല, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ആര് തിരഞ്ഞെടുത്തതാ? റെക്കമെൻഡ് ചെയ്ത് തിരഞ്ഞെടുത്തതല്ല, വീട് കണ്ട് തിരഞ്ഞെടുത്തതല്ല, പാരമ്പര്യം കണ്ട് തിരഞ്ഞെടുത്തതല്ല. ഒന്നുമില്ലായ്മയിൽ കിടന്നപ്പോൾ സ്വർഗത്തിലെ കണ്ണ് കണ്ടിട്ട് പേർ ചൊല്ലി വിളിച്ചതാണെന്ന്. സ്വർഗം കണ്ടതിനായി സ്തോത്രം, ആ സ്നേഹം വന്നതിനായി സ്തോത്രം, അവൻ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. You should look at Satan. You should look at your enemy and declare that I am not here by mistake. I am not here by chance. I am a chosen generation. God has seen me. I am a chosen generation. You should declare this. Praise the Lord. Hallelujah. രണ്ടാമത് പറയുന്നത് രാജകീയ പുരോഹിത വർഗം. And the second one is royal priesthood. Praise the Lord. Hallelujah. സ്തോത്രം. ഈ എബ്രായ പദത്തിൽ എബ്രായ ലേഖനം 5-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഉണ്ട്. എബ്രായ ലേഖനം 5:1. Hebrews chapter 5 verse 1, it says, മനുഷ്യരുടെ നടക്കുന്ന ഏതു മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടുകയാകും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ടു. ദൈവത്തിന്റെ കാര്യങ്ങൾ മനുഷ്യരുടെ ഇടയിൽ നടത്താനായിട്ട് ദൈവത്താൽ അപ്പോയിന്റ് ചെയ്തവരാണ് ആര്? പുരോഹിതന്മാർ. Every high priest is selected from among the people is appointed to do things that represent God. രാജാവിന്റെ കാര്യം മാത്രമേ ചെയ്യാൻ വ്യവസ്ഥയുള്ളൂ പഴയ നിയമത്തിൽ. In Old Testament, there is only provision for the king to do his things alone. പുരോഹിതന് പൗരോഹിത്യ ശുശ്രൂഷ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. The priest is supposed to do only the priesthood, only the priestly work. രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാൻ കഴിയത്തില്ല. He cannot do both the king's work and the priest work. എത്ര നല്ല രാജാവാണെങ്കിലും എത്ര നല്ല പുരോഹിതനാണെങ്കിലും ഈ വ്യവസ്ഥ തെറ്റിക്കാൻ പറ്റത്തില്ല. How much ever the king is a good king or the priest is a good priest, they cannot bypass this rule. ഒരു രാജാവ് ഒന്ന് ശ്രമിച്ചു നോക്കി. A king once tried to do this. ഒരു നല്ല രാജാവാണ്. He's a good king. പുള്ളിക്ക് ഒരു ആഗ്രഹം, എനിക്ക് എന്തുകൂടെ ചെയ്യണം. He had a desire that he also want to. ആരാന്നറിയോ? ആ പേരൊന്ന് പറഞ്ഞേ. ശൗലല്ല. 2 തിരുവചനം 26-ാം അധ്യായം 2 Chronicles chapter 26. 16 മുതലുള്ള വാക്യം പെട്ടെന്ന് വായിക്കാവോ? Verse 16 onwards. ബലവാനായപ്പോൾ അവന്റെ അകത്തൊരു ആഗ്രഹം എന്തോടെ ചെയ്യണം. ധൂപിടത്തെ മാത്രം ഇതൊരു എൻട്രി എന്ത് ചെയ്തിട്ടില്ല. രാജാവാണ്, പദവിയൊക്കെ ഉണ്ടെങ്കിലും അത് മാത്രം അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല. ഒരു പുള്ളി തീരുമാനിച്ചെന്നാൽ പിന്നെ ഇതോടെ എന്ത് ചെയ്യാം. കിട്ടിയായിരുന്നോ വാക്യം? 2 തിരുവചനം 26:16. സ്തോത്രം. ഞാൻ പറഞ്ഞങ്ങ് പോകാം. ചുരുക്കി പറഞ്ഞാല് പുരോഹിതന്മാരൊക്കെ തുടങ്ങി ഞാൻ പൊന്നു രാജാവ് ഇത് മാത്രം എന്ത് ചെയ്യരുത്. നീ രാജാവാണ്, ബലവാനാണ്, പക്ഷെങ്കിൽ ഈ പരിപാടി മാത്രം എന്ത് ചെയ്യരുത്. പുള്ളി സമ്മതിക്കത്തില്ല. പുള്ളി ചാടിക്കറി കോപിച്ചു. അവിടെ വായിക്കുന്നുണ്ട്, കോപിച്ചപ്പോൾ തന്നെ അവന്റെ നെറ്റിയിൽ എന്ത് വന്നു? കുഷ്ഠം പൊങ്ങി. So you can see that Uzziah, the king, when he was in his strength, he also had the desire to do the things that the priest is doing. And the priest clearly denied that request. Priest clearly told him that you should not engage in the priestly work. You should not do this. But then King Uzziah was angry because the priest was not allowing him to do that. When the king was angry, at that moment itself, leprosy started to appear on his forehead.
Praise the Lord. അത്രയ്ക്കും ഭയാനകമായിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ. In Old Testament, it was such strict and such terrifying that they should not bypass this rule. പുതിയ നിയമം വന്നപ്പോൾ ഇത് രണ്ടും പാവപ്പെട്ട നമ്മുടെ മേൽ യേശു ക്രിസ്തു മുഖാന്തരം കർത്താവ് നൽകി തന്നു. But when we come to the New Testament era, we can see that both of these, the kingly work and the priestly work, both have been entrusted on us, the ordinary people. അവിടെ പറയുകയാണ് നമ്മൾ ആരാണ്? രാജകീയ പുരോഹിത വർഗം. That is why it says that we are royal priesthood. അവൻ ദൈവത്തിന്റെ കാര്യം മനുഷ്യരുടെ ഇടയിൽ ചെയ്യുവാൻ, പ്രാർത്ഥിക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തെ കണക്ട് ചെയ്യുവാൻ, വിശ്വാസം പങ്കുവെക്കുവാൻ ദൈവത്താൽ അപ്പോയിന്റഡ് ആയവരാണ് നമ്മൾ ഓരോരുത്തരും. We are the people who are appointed by God to do things on behalf of God, to represent God, to share the word of God to others, to show the love of God to others. അവൻ അടുത്ത് പറയുന്നത് വിശുദ്ധ വംശം. And the next it says we are a holy nation. വിശുദ്ധ വംശം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെ പോലെയല്ല, ദൈവം തെരഞ്ഞെടുത്ത, ദൈവം കണ്ട, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ. അവർ വിശുദ്ധരാണ്, അവർ വ്യത്യസ്തതയുള്ളവരാണ്. When we say holy means we are set apart. God has seen us, God has chosen us. We are not like others and we are to be holy and sanctified for God. നമ്മൾ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനനുസരിച്ച് പോകേണ്ടവരല്ല, നമ്മൾ ദൈവത്തിന് വേണ്ടിയുള്ളവരാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. We are not the people who are supposed to go according to the systems of this world. We are separated people for the kingdom of God. ഈ ലോകത്തിന്റെ സിസ്റ്റം ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാണ്. The system of the world is something that will take us away from the system of God. ഈ കാലഘട്ടത്തിൽ അനേകരെ പിശാച് ഇങ്ങനെ അടർത്തി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. In this era, many people are being dragged away from the godly system by Satan. കാരണം ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിസ്റ്റത്തെ നമുക്ക് ജയിക്കാൻ കഴിയത്തുള്ളൂ. We can overcome this worldly system only if we have the grace and the spirit of God. ദൈവം കണ്ടതാണ്, God has seen us, ദൈവം തെരഞ്ഞെടുത്തതാണ്, God has chosen us. റോയൽ മിഷൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. We have been given a royal mission. പക്ഷെങ്കിൽ അത് അറിയാവുന്ന പിശാച് സമ്മതിക്കത്തില്ല. But the Satan who knows this, he will not allow this to happen in our life. ചിന്തകളെ പിടിച്ചടക്കും. He will try to capture our thoughts. വചനത്തിൽ അകറ്റുവാനായിട്ട് തുടങ്ങും. He will try to separate us from the word of God. കാരണം നിന്നിലൂടെ ആ മിഷൻ പൂർത്തീകരിക്കപ്പെടരുത്. Because he doesn't want this royal mission to be fulfilled through our lives. 1 യോഹന്നാൻ 2:15 ഒന്ന് വായിച്ചേ. 1 John chapter 2 verse 15 and 16. ലോകത്തെയും ലോകത്തിനുള്ളതിനെ സ്നേഹിക്കരുത്. അപ്പോൾ ദൈവം ഈ റോയൽ ഐഡന്റിറ്റി തിരിച്ചറിയുക. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മളെ പറ്റി സ്വർഗം ആഗ്രഹിക്കുന്നത് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ മിഷനൊക്കെ ഉണ്ട്, പക്ഷെ എന്തോ ഇല്ല, ദൈവത്തിന് സ്നേഹം ഇല്ല. കാരണം നീ ആരെയാ സ്നേഹിക്കുന്നത്? ലോകത്തെ സ്നേഹിക്കുമ്പോൾ, വേൾഡ്ലി സിസ്റ്റവുമായി അറ്റാച്ച്ഡ് ആകുമ്പോൾ സംഭവിക്കുന്ന കാര്യം, പിതാവിന്റെ സ്നേഹം നമ്മൾ അറിയാതെ നമ്മൾ ഉള്ളിൽ നിന്ന് അകന്നു പോകും. My dear, you who have been chosen, you who carry this royal priesthood, you should realize that because you carry this mission, you are the royal priesthood, then you should not love the world, you should not love anything in this world. What happens if you love this world? It says that those who love this world, those who love anything in this world, then the love of Father is not in that person. You may have the royal mission within you, but the love of Father is not with you. ഈ ദിവസങ്ങളിൽ നമ്മുടെ ബൈബിൾ സ്റ്റഡി പഠിക്കുന്ന മുഴുവൻ ദൈവ സ്നേഹത്തെ പറ്റിയാണ്. In these days in the Bible study we have been listening to the love of God. യഥാർത്ഥത്തിൽ അഭിഷേകം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയുക മാത്രമല്ല, പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹമാണ് യഥാർത്ഥ പരിശുദ്ധാത്മാവ് ഉള്ള വ്യക്തിയുടെ അടയാളം. In fact, when we say being anointed by the Holy Spirit, it does not mean speaking alone in tongues alone, speaking alone in tongues. It also means that the real sign of Holy Spirit is the love of God, the expression of the love of God that is seen within you. ആ സ്നേഹം കർത്താവിൽ നിന്ന് പ്രാപിക്കണം. You should receive that love from the Lord Jesus Christ. സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. You pray that God fill me with your love. കാരണം ദൈവത്തെ സ്നേഹിക്കുവാൻ, to love God, ദൈവിക വിഷയത്തെ സ്നേഹിപ്പാൻ,
to love the matters of God, നാം തയ്യാറാകണം. we should be prepared. ഇത് നഷ്ടപ്പെട്ടാൽ മറ്റൊരു സ്നേഹം അകത്ത് കയറും. If we lose this love, another love will get into our hearts. അതാണ് 16-ാമത്തെ വാക്യം. That is what verse 16 says. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. അപ്പോൾ പിതാവിൽ നിന്നുള്ളതുണ്ട്, ലോകത്തിനുള്ളതുണ്ട്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഏത് ഏറ്റെടുക്കണമെന്നുള്ളത്. So there is love from the world and love from the Father. It is you who have to decide which one you need to choose. ഞാനിത് നമ്മുടെ റോയൽ മിഷൻ എന്ന തീം ഇവിടെ വന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കുന്നത്. I'm continuing this because we are in the Royal Mission theme. അപ്പൊ ശ്രദ്ധിച്ചേ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ മിഷൻ ഏൽപ്പിച്ചിരിക്കുന്നവരെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഇടയായി തീരും. So look carefully, the lust of the flesh, the lust of eyes, and the pride of life, all these things will try to divert those who are carrying the royal mission. കാരണം ലോകം അതിനെ മോഹം എന്ത് ചെയ്യും? ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കും. Because the world and its desires will pass away, but whoever does the will of God will always remain forever. അപ്പോൾ ഈ റോയൽ മിഷൻ ഉണ്ടെങ്കിലും ഒഴിഞ്ഞു പോകുന്ന താൽക്കാലികമായ സന്തോഷം, താൽക്കാലികമായ പദവി, താൽക്കാലികമായ എന്തിനകത്തോ കുടുക്കിയിട്ട് ദൈവം ആഗ്രഹിച്ച ആ ദൈവിക മിഷൻ പൂർത്തീകരിക്കാൻ കഴിയാതെ പലതും തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. Although you may have the royal mission, you will get engaged into certain temporary pleasures, temporary joys, temporary relief, and you will tend to forget the royal mission, and you will get trapped in those. I mean, so there ഒന്ന് lust of the flesh. First one is the lust of the flesh. I mean, ജഡമോഹം അല്ലയോ? The lust of the flesh, yes. I mean, ഒന്നുകൂടെ ആ വാക്യം വായിച്ചേ. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. അപ്പോൾ ഇതിനെ അനുസരിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് വേണം. If we do not have to follow all of these, the lust of the flesh, the lust of life, and the pride of life, we should have Holy Spirit within us. ഗലാത്യർ 5:16 പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പിനെന്നാൽ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ഈ ആത്മാവില്ലെങ്കിൽ, ദൈവാത്മാവിന്റെ നിറവില്ലെങ്കിൽ, ദൈവ സാന്നിധ്യമില്ലെങ്കിൽ നീ ഈ ലോകത്തെ ജഡത്തെ അനുസരിച്ചു പോകും. Galatians chapter 5 verse 16, it says that walk in the spirit so that you will not fulfill the lust of the flesh. Praise the Lord. നമ്മുടെ ഫിസിക്കൽ ക്രേവിങ്സ് ഉണ്ട് പലതിനോടും. ഇതിന് അഡിക്റ്റ് ആയി പോകാതിരിക്കണമെങ്കിൽ ദൈവാത്മാവിന്റെ നിറവുണ്ടായേ മതിയാകത്തുള്ളൂ. We have certain physical cravings within our body, so that for us not to get addicted to all those cravings, we should surrender ourselves with the Holy Spirit and be guided, walk in the Spirit. നമുക്കറിയാം, യേശാവ് ജ്യേഷ്ഠാവകാശത്തെ എന്ത് ചെയ്തു? വിറ്റുകളഞ്ഞു. പുള്ളിക്ക് വിശപ്പ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ചൂട് പായസത്തിന്റെ മണം അടിച്ചപ്പോഴത്തേക്ക് പുള്ളി എന്ത് ചെയ്തു? ആ പദവി എല്ലാം കൂടെ കളഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിപ്പോ എന്തോ മതി. ജ്യേഷ്ഠാവകാശം വെച്ചോണ്ടിട്ട് എന്തോ ചെയ്യാനെന്ന് പറഞ്ഞ് മൊത്തം എന്ത് ചെയ്തു? വിറ്റ് കൊടുത്തിട്ട് പുള്ളി നിന്ന് എന്ത് ചെയ്തു എന്ന് പറയുന്നത് പോലെ ഈ അത് പറയുമ്പോൾ ഇവിടെ പ്രശ്നമാകും. സ്തോത്രം. ആഹാരത്തോട് സ്തോത്രം താല്പര്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും ആവശ്യത്തിന് ആഹാരം കഴിക്കണം, നല്ല ഫുഡ് കഴിക്കണം. പക്ഷെങ്കിൽ ഫുഡിന് എന്താകരുത്? അഡിക്റ്റായി. You know, Esau, he sold his birthright to Jacob because he had the physical craving of hunger, and for the sake of the tasty porridge, he sold his birthright to Jacob. ഈ വാസമൊക്കെ എടുക്കുമ്പോഴാണ് ഭയങ്കര രസം. സ്വന്തം നല്ല വാസം എടുക്കുമ്പോഴായിരിക്കും നല്ല മത്തി വറുത്ത മണവും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു നിമിഷത്തേക്ക് എന്ത് ചെയ്യും? കർത്താവെ ഒന്നും തോന്നരുത്, ഇതിനെ കൂടെ കൂട്ടി അടുത്ത പ്രാവശ്യം എന്ത് ചെയ്തോളാം. അപ്പോൾ സ്വന്തം ഈ ജഡം ഇങ്ങനെ എപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ സാരം സ്തോത്രം, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഫിസിക്കൽ ക്രേവിങ്സ് എന്തിനോടൊക്കെ ഉണ്ടോ നിങ്ങൾക്കറിയാം. ദൈവികമല്ലാത്ത എന്തെല്ലാം ഉണ്ടോ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ആ റോയൽ മിഷൻ എൻ്റെ അകത്തുണ്ട്. ഇത് പുറത്തു വരുവാൻ കഴിയാതെയുള്ള എല്ലാ ഫിസിക്കൽ ക്രേവിങ്സ് ദൈവഹിതമല്ലാത്ത എല്ലാറ്റിൽ നിന്നും കർത്താവേ എന്നെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും.
When you come more closer to God, when you meditate the word of God, when you sit in fasting, when you come more closer to God, it is at that moment the physical cravings will come up and try to distract you. You know the kind of physical craving that you are going through. And if you surrender before God and if you pray to God, God, let the Holy Spirit please take complete control and help me get rid of this physical craving, then Holy Spirit is going to deliver you. മുടിയനായ പുത്രൻ അടിച്ചു പൊളിക്കാനായിട്ട് എന്ത് ചെയ്തതാ? പുള്ളി നോക്കുമ്പോഴത്തേക്ക് കൂട്ടുകാരൊക്കെ വൺ സെറ്റപ്പിലാണ്. ഇവിടെ എന്തുകൊണ്ട്? അപ്പൻ്റെ വീട് മാത്രമേ ഉള്ളൂ. ഇവിടെ അപ്പൻ അറുത്തു തരുന്ന കാളയും ഇതൊക്കെ ഉള്ളൂ, വേറെ സെറ്റപ്പ് ഒന്നും. അതുകൊണ്ട് ഞാൻ പുറത്തുള്ള ആ സന്തോഷത്തിന് വേണ്ടി ഇറങ്ങിപ്പോയതാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇതൊക്കെ താൽക്കാലികമാണ്, ഇതുകൊണ്ടൊന്നും അപ്പൻ ആഗ്രഹിക്കുന്ന ആ ദൈവമഹത്വം വെളിപ്പെടുകയില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞത് ഈ ഫിസിക്കൽ ക്രേവിങ്സ് എപ്പോഴും വചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും അകറ്റി കളയുമ്പോൾ ഈ റോയൽ മിഷൻ നിന്റെ മരണത്തിന് മുൻപ്, ഈ മണ്ണ് വിട്ടു പോകുന്നതിന് മുൻപ് അത് പൂർത്തീകരിക്കാൻ തടസ്സമായ സകല ജഡ മോഹങ്ങളിൽ നിന്ന് കുഞ്ഞ നീ പുറത്തു വരണം. ആത്മാവ് നിന്നെ സഹായിക്കും. You look at the prodigal son, he was looking for the pleasures of this world. When he looked at his family, when he looked at his father, he is living in a place where he is controlled by the father and he gets only those provisions that are approved by the father, and he felt limited within the family. So he thought that out there in the world there are a lot of things he could explore, and he went out for that. But later on he realized this truth, that these things are temporary, it is not going to stay with me, and he returned to the father's house. So when you have these physical cravings, you should take victory over that. Listen to the word of God and submit to the Holy Spirit, so that Holy Spirit can take complete control, and you who carry this royal mission, this mission will be fulfilled through your life before you leave this world. മിഷൻ ഇല്ലാത്തവരാരും ഇതിനകത്തില്ല. There is not a single person here without this mission. അത് പൂർത്തീകരിക്കാനോ ചെയ്യാനോ എവിടെയോ കഴിയാതെ നിങ്ങൾ നിൽക്കുകയാണ്. But to fulfill those, there are certain hindrances, and you are stuck with those hindrances in your life. ജഡത്തിന്റെ മോഹങ്ങൾ തടസ്സമാണെങ്കിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ജയമെടുക്കണം. If the desires of the flesh is a hindrance for that mission, you should pray, submit, and take victory over that. ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. This body is the temple of God. ഇതിനകത്താണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. Holy Spirit is living inside this body. കർത്താവ് ബഹുമാനത്തോടെ പറയുകയാണ്, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. And God is declaring to us with reverence that your body is the temple of God. ഇതിൽ കൂടുതൽ പദവി എന്താണ് ഒരു മനുഷ്യന് ദൈവം കൊടുക്കേണ്ടത്? What else? What kind of privilege we need beyond this? കർത്താവേ, ഇത് പാപത്തിൽ ജനിച്ചതല്ലേ? അതെ. Oh my God, aren't we born in sin? ഇത് വെറും മണ്ണല്ലേ? അതെ. Aren't we just flesh? എപ്പം വേണേലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യായുസല്ലേ ഇത്? Our life is so fleeting that it can be lost at any moment. ഇത് ആഗ്രഹങ്ങളുള്ള, മോഹങ്ങളുള്ള, രോഗങ്ങൾ വരുന്ന ശരീരമല്ലേ? Isn't our body the body which carries many desires, many ambitions, the body that carries many illnesses? പറഞ്ഞ താഴ്ചയുള്ള ബലഹീനമായ ശരീരമല്ലേ ഇത്? In fact, isn't this the body that is so humble, the body that is so weak? ഇതെല്ലാം ശരിയാണ് പ്രിയരെ. It's all true. പക്ഷേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ളിൽ വസിക്കുന്ന ഒറ്റ കേറോഫിൽ കർത്താവ് ഒറ്റ പേരിട്ടു, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയം. Even though our body is weak, just because Father, Son, and Holy Spirit are living inside this body, God declared that this body is a temple of God. ദൈവം നിങ്ങളെ ബഹുമാനിക്കുന്നുണ്ട്. God is honoring you. ഇതിൽ കൂടുതൽ ഒരു ബഹുമാനം ഒരു മനുഷ്യൻ എങ്ങനെ തരേണ്ടത്? How else should man be given an honor beyond this? നശിപ്പിക്കരുത് കേട്ടോ. You should not spoil this body. ജഡത്തിന്റെ മോഹങ്ങൾ കൊണ്ട് നിന്റെ ശരീരത്തെ നശിപ്പിക്കരുത്. You should not spoil this body with the desires of the റോയൽ flesh. മിഷൻ നിന്നിലൂടെ പൂർത്തീകരിക്കാനാണ് നിന്നെ ആലയമായി കർത്താവ് മാറ്റിയിരിക്കുന്നത്. God has transformed you to a temple of God to fulfill this royal mission that is entrusted on you. എല്ലാ അഡിക്ഷനിൽ നിന്നും ദൈവമക്കൾ പുറത്തു വരണം. You should come out of all addictions. ദൈവാത്മാവിന്റെ അല്ലാത്ത എല്ലാ നിയന്ത്രണത്തിൽ നിന്നും ദൈവമക്കൾ പുറത്തു വരണമെന്ന്
വന്നേ. You should come out of all the influences and control that is not according to the Spirit of God. അതിന്റെ അകത്ത് നമ്മൾ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് കാര്യമില്ല. വിടുവിക്കാൻ കഴിവുള്ളവന്റെ കരമുണ്ടെന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് തയ്യാറാണെങ്കിൽ, നീ സമർപ്പിക്കാമെങ്കിൽ, സമ്മതിക്കാമെങ്കിൽ, അവൻ പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരും. You should stop giving excuses for all these things. If you are ready to surrender before the Holy Spirit and confess before the Holy Spirit is powerful enough to deliver you from all these addictions. കഴിഞ്ഞ ദിവസം സ്കൂളിൽ പോയ കുഞ്ഞുങ്ങൾ പറഞ്ഞു, പിള്ളേരുടെ എല്ലാം ബാഗിൽ ഇതുണ്ട്, ഈ വെയ്പ്പ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരും എന്ത് ചെയ്യും? പെണ്ണുങ്ങളാണെങ്കിലും ആൺപിള്ളേരാണെങ്കിലും എന്ത് ചെയ്യും? സ്മോക്ക് ചെയ്യും. സിഗരറ്റ് വലിക്കുന്നവരാ. ഇത് ഈ രാജ്യത്ത് പറഞ്ഞ ഇതൊരു വലിയ കാര്യമൊന്നും. ഇവിടുത്തെ ആൾക്കാർ അപ്പച്ചനും അമ്മച്ചും എല്ലാം കൂടെ നമ്മൾ വൈകിട്ട് ആര്യാസി നാട്ടിൽ പോകുന്ന പോലെ ഇവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നത്? പബ്ബിൽ പോകുന്നത്. എല്ലാവരും കൊച്ചുമക്കളും വരും, എല്ലാവരും വരും. പിള്ളേർ അവിടെ ഇരുന്ന് കളിക്കും. അപ്പച്ചനും അമ്മച്ചിട്ട് ഇപ്പുറത്തിരുന്ന് എന്ത് ചെയ്യും? അതുകൊണ്ട് ഇതൊന്നും ഇവിടുത്തെ കൾച്ചറിനകത്ത് ഇതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെങ്കിൽ സ്തോത്രം, നമ്മൾ ആരാണ്? വിശുദ്ധ ജനമാണ്. വിശുദ്ധ ജനമാണ്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ദൈവം ആയുസ് പോകേണ്ടതല്ലേ? നഷ്ടപ്പെട്ടു പോകേണ്ടതല്ലേ? നമ്മുടെ കഴിവ് കൊണ്ട് നിൽക്കുന്നതാണോ? എത്രയോ വട്ടം ശത്രു അപഹരിക്കാമെന്നതാ പിടിച്ചു നിർത്തിയത് ദൈവത്തിന് പദ്ധതി ഉള്ളത് കൊണ്ടല്ലേ? അതുകൊണ്ട് ലോകം എങ്ങനെയുമായിക്കോട്ടെ, കൂട്ടുകാരെങ്ങനെയുമായിക്കോട്ടെ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ച്, നിങ്ങൾ വിശുദ്ധ ജനമാണ്. ദൈവം കണ്ടതാണ്. അതുകൊണ്ട് എല്ലാ അഡിക്ഷനിൽ നിന്നും നിങ്ങൾ പുറത്തു വരണം. The other day, kids were mentioning that their friends, their classmates, they carry stuff in their bag. They carry things for smoking and vaping in their bag. You look into this culture. The family sits together. They go to the pub together. But in our culture, in royal priesthood, the people who are chosen by God, God has set certain boundaries for certain things. We are not supposed to engage in certain kind of addictions. In any kind of addictions, we are the people who are chosen, called to be separated and remain holy, and we should declare that we are this people. This appointment is upon me, and I will not surrender before this addiction, and I will come out of this. Praise the Lord. Hallelujah. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചോണം. ഇതെല്ലാം സാധ്യതയുണ്ട്. ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഡ്രഗ്സ്, ഇതൊക്കെ ഇവിടെ സുലഭമാണ്. രഹസ്യത്തിൽ പോയി ചെയ്യേണ്ട, പബ്ലിക്കായിട്ട് ചെയ്യാം. കേസ് എടുക്കത്തില്ല. ആരും വഴക്കുണ്ടാക്കത്തില്ല. ആരും വീട്ടിൽ പോയി കംപ്ലൈന്റ് പറയത്തില്ല. അഭിമാനത്തോടെ പറയും, നിന്റെ മോൻ ഇന്ന് കുടിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അഭിമാനം കൊള്ളുന്ന ഒരു രാജ്യത്താണ് നിൽക്കുന്നത് ഈ പ്രസംഗിക്കുന്നത്. പക്ഷേ ഇന്ന് വളരെ ദൈവസഭയെ തിരിച്ചറിഞ്ഞാട്ട് നീ ആരാണ്? നീ ആ റോയൽ ഐഡന്റിറ്റി നീ മറക്കരുത്. അത് നശിപ്പിക്കരുത്. ദൈവം ദയ തോന്നി, കരുണ തോന്നി നിന്നെ വിളിച്ചതാണ്, വേർതിരിച്ചതാണ്. അതുകൊണ്ട് ദൈവികമല്ലാത്ത എല്ലാത്തിൽ നിന്നും കുഞ്ഞെ നീ പുറത്തു വരിക. നിന്റെ അകത്തൊരു റോയൽ മിഷൻ ഉണ്ട്. അത് ഭയങ്കരമാണ്. നീ നിൽക്കാമെങ്കിൽ, കർത്താവിന് വേണ്ടി മാറി നിൽക്കാമെങ്കിൽ, ഒരു തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ, ഒരു ദേശത്തെ വിടുവിക്കുവാൻ, ഒരു ദേശത്തെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവ പദ്ധതി നിന്റെ അകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. അത് പുറത്തു വരാതിരിപ്പാൻ നീ ദൈവഹിതമല്ലാത്തതിനകത്ത് ബൈൻഡഡായി പോകരുത്. My dear children, you should pray earnestly, because we are living in a culture, we are living in a nation where the means for smoking, the means for vaping, the drugs, all those things are available. There is no legal binding associated with that. No one will say that you should not do that. But because all these things are right in front of you, all these things are tempting you right in front of you, you should pray earnestly that you will not get entrapped into these things, because you are the person who carries a royal priesthood. You are the person who carries a divine appointment, a mission in your life. And this mission is so powerful that it can deliver the nations. It can deliver people. It can bring back this nation to the presence of God. Because this mission is upon you, the Satan will not allow you to fulfill this mission in your life. The Satan will try to entrap you with all these addictions around you. So you should pray, surrender, and come out of this and take victory. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. You should pray earnestly. എന്റെ മേൽ പകർന്നിരിക്കുന്ന മിഷൻ കർത്താവെ വെളിപ്പെടുത്താത്ത പൂർത്തീകരിപ്പണത് ചെയ്യാൻ
കൃപ പകരണേ. അത് മനസ്സിലാകാതെ പോയെങ്കിൽ അതെനിക്ക് ഇതുവരെ എനിക്ക് വെളിപ്പെട്ടിട്ടില്ല. കർത്താവ്, ഞാൻ ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഒരു റോയൽ മിഷൻ എൻ്റെ അകത്ത് കർത്താവ് പദ്ധതി ഉണ്ടെങ്കിൽ കർത്താവ് അത് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് ഇന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. I encourage you to pray earnestly. Pray that, Lord, you have given this royal mission upon me. I did not realize this. I did not think about this mission, Father. But today I am realizing that I have a royal mission upon me, a divine appointment upon me. Lord, I want to live up to that. How many of you can pray about this today? Praise the Lord. Hallelujah. കൺമോഹം മറ്റൊരു പോരാട്ടമാണ്. കൺമോഹം Another thing that haunts us is a lust of നമ്മുടെ eyes. കാഴ്ചകൾ നമ്മുടെ അകത്ത് ഈ ഡിസൈർസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. There are many things that are getting generated, many desires getting generated by the things that we see. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ വൈഫിന് ഇപ്പോൾ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. പുള്ളിയുടെ പേര് ടെമു എന്നാണ്. എന്താണ് ടെമു? എപ്പോൾ നോക്കിയാൽ സംസാരിക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആരോടാണ്? ടെമു ബ്രോയോടാണ്. എന്ത് ചോദിച്ചാലും പറയും ടെമുവിനോട്. എന്നെക്കാളും ഭയങ്കര സ്നേഹം ആരോട്? ഒരു ദിവസം രാത്രി പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പറഞ്ഞു, പറയാം ടെമുവിനോട് ചോദിക്കട്ടെന്ന്. ടെമു കണ്ട് എന്താ മൊത്തം എന്താണ്? കിടക്കാൻ നേരത്തെ ഇടയ്ക്ക് രാത്രി എണ്ണിച്ചിട്ട് നോക്കും ടെമുവിനകത്ത് മൊത്തം ഇങ്ങനെ ബാസ്ക്കറ്റ് നിറച്ചിട്ടിരിക്കുക. ഈ മാസം സാലറിയുടെ പോയെന്ന് തോന്നുന്നു, അടുത്ത മാസം മേടിക്കാനായിട്ട്. അപ്പോൾ ഈ കാഴ്ചകളാണ് നമ്മുടെ അകത്തോട്ട് എന്ത് ചെയ്യുന്നത്. അവിടെ ടെമുബ്രോ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം കേട്ടോ. നിന്റെ ഭർത്താവ് ഏറ്റവും നല്ലത്, നിന്റെ ഭാര്യ ഏറ്റവും നല്ലത്. അതുകൊണ്ട് അമ്മ സ്തോത്രം. ശ്രദ്ധിച്ച ഞാൻ പറഞ്ഞു വരുന്ന സാരം, അമ്മ ഇങ്ങനെ കാഴ്ചകൾ ആഗ്രഹങ്ങളായിട്ട് മാറ്റും. അത് വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം. അമ്മ സ്തോത്രം. നമുക്ക് പ്രാപ്തി ഉണ്ടേലും ഇല്ലേലും അമ്മ നമ്മളിങ്ങനെ ഇതിങ്ങനെ വരുന്നത്, ഇത് പ്രാർത്ഥിച്ചോണം. കർത്താവേ, ദൈവഹിതമല്ലാത്തതൊന്നും എന്ത് വേണമെങ്കിലും കണ്ടോ. അമ്മ കണ്ടാൽ അത് അകത്തോട് എന്ത് ചെയ്യില്ലേ? ദൈവികമല്ലാത്തൊന്നും കാണാതിരിക്കട്ടെ. കാഴ്ചകൾ നിന്റെ ജീവിതത്തെ കുടുക്കും കെണിയായിട്ട് പോകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. The other day someone was mentioning to me that their partner is completely immersed in Temu, and everything the person looks is into Temu, and when we are engaged so much, seeing so much of that, then most of the time we tend to think about that. When we are called to pray, then we look into that. When we are called to meditate on the word of God, we look into that. So what that you see, what which you see most of the time, that is what is going to be transformed as desire within your heart, and that will become a trap later on in your life. So unless you don't want to be entrapped in that, to get out of that, you need to surrender before God and pray earnestly that God, please deliver me from this. സോഷ്യൽ മീഡിയ നല്ലതാ, വാട്സപ്പ് നല്ലതാ, ഫേസ്ബുക്ക് നല്ലതാ, ഇൻസ്റ്റാഗ്രാം നല്ലതാ. പക്ഷേ അത് ജീവിതം മുഴുവൻ കളയാനായിട്ടാണെങ്കിൽ വെറുതെ എന്ത് ചെയ്യരുത്, അതിൻ്റെ പുറകെ പോകരുത്. ഫോൺ എടുത്ത് അങ്ങ് പ്രാർത്ഥിക്കും, കർത്താവേ ഇതിൻ്റെ അകത്തുള്ള പോരാട്ടത്തെ എന്ത് ചെയ്യണം, നമ്മൾ നിയന്ത്രിക്കപ്പെടണം. അമിശ്രമല്ലോ ഇതിനകത്ത് തോണ്ടി ഒരു ദിവസം മുഴുവൻ എന്ത് ചെയ്യരുത്. അതേസമയം ഞാൻ പണ്ട് പറഞ്ഞ പോലെ ബൈബിളൊന്ന് തുറന്ന് അന്നേരം ഉറങ്ങും. പ്രാർത്ഥിക്കാനായിട്ടിരുന്ന് 25 വായിക്കോട്ടെ വിടും ഒറ്റ ഇരിപ്പിൽ. അതേസമയം ഇതൊക്കെ ഒന്ന് ഓണാക്കി വെച്ച് സമയം പോകുന്നപോലും അറിയത്തില്ല, രാത്രി പോകുന്നത് അറിയത്തില്ല, പകല് പോകുന്നത് അറിയത്തില്ല. കുഞ്ഞെ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുക, വീട് പോകരുത്. അമ്മ അത് പറയണ്ട, ബാക്കി എനിക്ക് സമയം പോയി. അമ്മ സ്തോത്രം. അമ്മ അടുത്ത പറയുന്നത് എന്താണ്? പ്രൈഡ് ഓഫ് ലൈഫ്. എന്താണ്? ജീവനത്തിൻ്റെ ഈ പ്രൈഡ് ഒരു വലിയ പോരാട്ടമാണ്. Pride is another warfare. ആമേൻ സ്തോത്രം. അത് സെൽഫ് എക്സോർട്ടേഷൻ. ദൈവത്തെ വേണ്ട, ആരെയും വേണ്ട. എനിക്ക് എൻ്റെ കഴിവ്, എൻ്റെ ജോലി, എൻ്റെ പൈസ, എൻ്റെ ഇഷ്ടം, എൻ്റെ ആഗ്രഹം. നിങ്ങൾ ചോദിക്കാൻ ആരാ? ആമേൻ സ്തോത്രം. എല്ലാറ്റിനകത്ത് എനിക്കുള്ള കഴിവ്, എല്ലാറ്റിനകത്തും എന്ത് ചെയ്യുക? ഈ അഹങ്കാരത്തിന്റെ സ്പിരിറ്റ് ആരുടെയും മനസ്സിനകത്ത് കയറരുത്. എപ്പോഴും ഓർത്തോണം, ശമ്പളം കിട്ടിയാൽ പറയണം, കർത്താവേ കഴിവല്ല, അപ്പൻ്റെ കൃപയാണ്. അമ്മ എന്ത് കിട്ടിയാലും പറഞ്ഞോണം, ഇത് നേട്ടമല്ല, ദൈവം തന്നതാണെന്നുള്ള ബോധ്യം വേണം. വാക്കിനകത്തോ സംസാരത്തിനകത്തോ നമ്മൾ ഈ പ്രൈഡ് കയറി വരരുത്. അത് വലിയ യുദ്ധമാണ്. Pride of life is another warfare. Pride of life is something where the person is boastful about their wealth, about their job, about their education, about all those things that they have. And when that comes, they don't need God anymore. They do not walk in spirit anymore. And we should pray that God, let this pride should not come, should not start influencing me, should not start controlling me. I should be controlled by the Holy Spirit, and I should surrender before God.
ശ്രദ്ധിച്ച ഒരു കഥ ഞാനൊന്ന് പറയാം, നടന്നൊരു സംഭവം പറയാം. I will say a short story that happened. ഒരു ദേശത്ത്, ആ പേരും ദേശമൊന്നും പറയുന്നില്ല, ഇവിടെ ഒന്നും അല്ല കേട്ടോ, മറ്റൊരു യൂറോപ്യൻ കൺട്രിയിലാണ്. It happened in a European country. I'm not revealing the identity. ഒരു ദൈവ വൈതലാണ്. He's a child of God. അദ്ദേഹത്തിന് നല്ല സമ്പത്തും, അദ്ദേഹത്തിന് ഒരു ഭയങ്കര ഒരു ജ്ഞാനിയാണ്, അവന് ഭയങ്കര ബുദ്ധിമാനാണ് ആ മനുഷ്യൻ. He is a man of wisdom and has great wealth. അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ തന്നെ നല്ല സമ്പത്തുണ്ടായിടയായി തീർന്നു. From his younger age, he has acquired a lot of wealth. നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. And he was running a successful business. മനോഹരമായ വീട്, He has a good mansion നല്ല കുടുംബം, and a good family with him. അപ്പോൾ എവിടെ ചെന്നാൽ ഇദ്ദേഹത്തിനെ എല്ലാവരും പ്രശംസിക്കും. Wherever he goes, everyone will praise him. ഇദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യൻ ദൈവം മാനിച്ചാലും ഇല്ലേലും എവിടെ ചെന്നാലും എല്ലാവരും എന്നെ പറ്റി എന്ത് പറയണം, ഒന്ന് പൊക്കി അല്ലേ, ഒന്ന് കളത്തിയൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അതുകൊണ്ട് ഈ പുള്ളിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എവിടെ ചെന്നാലും ആരെങ്കിലും എന്നെ പറ്റി എന്ത് ചെയ്യണം, ഒന്ന് പുകഴ്ത്തി പറയണം. And this person have this hidden desire within him that wherever he goes, others should praise him, others should praise him in front of others. Even if God is not recognize him, he wanted people to recognize him. അദ്ദേഹം തീരുമാനിച്ചു ആ സിറ്റി സെന്ററിൽ ഏറ്റവും വലിയൊരു ടവർ പണിയാനായിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തു. He decided that in the city center itself he will build a tower that is the tallest in the city. അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തെ മരണം കഴിഞ്ഞാലും ഈ ബിൽഡിംഗ്, അദ്ദേഹത്തിന്റെ പേര്, പുള്ളിയുടെ പേരിൽ ആ ബിൽഡിംഗ് പണിയണം, അദ്ദേഹത്തിന്റെ ലെഗസി തലമുറയോളം നിൽക്കുമെന്ന് പറഞ്ഞ് ആ സിറ്റി സെന്ററിൽ അന്ന് ഉള്ളതിനേക്കാളുള്ള ഏറ്റവും വലിയ ഒരു ടവർ, ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് പ്ലാൻ ചെയ്തു. He planned to build the tallest tower in the city and name it after him, so that even after his death, his legacy will remain across generations. എന്നും പുള്ളിയെ പറ്റി ജനം എന്ത് ചെയ്യണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. There is only one desire, that every single day people should be talking about him. അങ്ങനെ ഇത് പണി ആരംഭിച്ചു. And the work started. മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്ന് പണി ആരംഭിച്ച് ഇങ്ങനെ 1, 2, 3 നിലകൾ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. All the materials were gathered and the construction work began from floor 1 onwards. ഈ സ്ട്രക്ചർ വർക്ക് ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നു. The structure, the skeletal structure has been built. അപ്പം അദ്ദേഹം ഇങ്ങനെ വിചാരിച്ചു, ഞാനൊരു ഭയങ്കര സംഭവമാണ്, എന്നെ കമ്പയർ ചെയ്യാൻ ഈ സിറ്റിയില് ഒരു വ്യക്തിയില്ലെന്നും പറഞ്ഞ് ഒരു രാത്രിയിൽ പുള്ളി ഈ പണിതുകൊണ്ടിരിക്കുന്ന ടവർ കാണാനായിട്ട് ഇറങ്ങി. And he said this to himself, that I am someone who is great and there is no one else who is comparable to me. And one night he went out to walk inside this tower to see how the work is going on. അദ്ദേഹം ഇങ്ങനെ ആ ഇൻകംപ്ലീറ്റ് ആയ ടവർ പണികളെല്ലാം കണ്ടുകൊണ്ട് നടക്കുകയാണ്. And he is walking around observing the work that is happening. The tower is still incomplete. പെട്ടെന്ന് ഭയങ്കര മഴയും അതിഭയാനകമായ കാറ്റുകൾ, കൊടുങ്കാറ്റ് അടിക്കുന്ന പോലെ കാറ്റടിക്കാനായിട്ട് തുടങ്ങി. Suddenly a fierce storm struck this building. പകുതി പണിത ഈ ബിൽഡിങ്ങിന്റെ ഒരറ്റം തൊട്ട് ഇളകാൻ തുടങ്ങി. The half-built building started to crumble in front of this fierce storm and started to get distracted from one side onwards. അദ്ദേഹത്തിന് ആരും വന്ന് പറയുകയില്ല, പുള്ളി തന്നെ ലൈവായിട്ട് കാണുകയാണ് അദ്ദേഹം കെട്ടിപ്പൊക്കിയ ബിൽഡിംഗ് തകരുന്നത്. No one is telling this to him. He himself is watching this through his own eyes right in front of him, that his effort, the building, his dreams are all crumbling right in front of him. അദ്ദേഹം ഭയപ്പെട്ടു പോയി. He was shocked. അവിടെ നിലത്ത് വീണ് കരയാനായിട്ട് തുടങ്ങി. He fell on the ground and started to cry. അന്നേരമാണ് ദൈവത്തെ വിളിക്കാൻ തുടങ്ങുന്നത്. It is at that time he is calling God. അന്ന് ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പുള്ളി പറഞ്ഞൊരു വാക്യമുണ്ട്. And while he was on the floor crying, he said this verse. അതാണ് ഈ 15ാമത്തെ വാക്യം. That is this verse 15. വായിച്ച് 1 യോഹന്നാൻ 2:15. ലോകത്തിലുള്ളതിനെയും ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, എപ്പം പറയാ, മൊത്തം പോയപ്പോൾ കരഞ്ഞോണ്ട് പറയുകയാണ്. കാരണം അധികം സ്നേഹിച്ചത് ആരെയാണ്?
അവൻ പിതാവിനെ എല്ലാം ദൈവം പദവി കൊടുത്തു, ദൈവം കഴിവ് കൊടുത്തു, ദൈവം ബുദ്ധി കൊടുത്തു, ദൈവം സമ്പത്ത് കൊടുത്തു. അഹങ്കരിക്കരുത്. ദൈവം എന്ത് തന്നാൽ കർത്താവിനെ ഉയർത്തിക്കോണം, കർത്താവിന് മഹത്വം കൊടുത്തോണം. എന്റെ കഴിവ്, എന്റെ ബുദ്ധി, എന്നെ ആർക്കും കമ്പയർ ചെയ്യാൻ കഴിയത്തില്ല. എല്ലാരെക്കാൾ നല്ല വീട്, എല്ലാരെക്കാൾ നല്ല ഉയർച്ച, എല്ലാരെക്കാൾ നല്ലത്, ഇതൊരു അഹങ്കാരമായി തീർന്നാൽ കൂടപ്പറമ്പേ, ഇത് പൊളിക്കാൻ ദൈവത്തിന് അറിയാം, നിലനിർത്താൻ ദൈവത്തിന് അറിയാം. ദൈവത്തെ ഓർത്ത് പ്രൈഡ് ദൈവിക പദ്ധതിയിൽ നിന്ന് അകറ്റരുതെന്ന് സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. When this man was lying down and crying, at that moment this verse came to his mind: love not this world nor anything in this world. If any man love this world, the love of Father is not in him. My dear, I encourage you, you might have many blessings in your life, you might have good job in your life, good wealth in your life, but you should not be boastful about that. This pride about your wealth, your job, your education should not enter into your heart. If that happens, then God can destroy that in a moment. These are all temporary things. It will not stay with you. So you should surrender before God and humble yourself before him. എത്രത്തോളം ദൈവം നമ്മളെ അനുഗ്രഹിക്കുമോ അത്രത്തോളം കർത്താവിനെ സ്നേഹിക്കണം. ദൈവനാമത്തിന് വേണ്ടി, നിന്റെ നന്മ ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ സഹായിക്കുവാൻ, അനേകരെ കൈത്താങ്ങുവാൻ, എന്ത് കിട്ടിയാലും ഒന്നുമില്ല കർത്താവേ, ദൈവത്തിന്റെ ദാനമാണെന്ന് പറഞ്ഞ് ആ മിഷനകത്തോട്ട് കയറുക. ദൈവം നിന്നെ ഏൽപ്പിച്ച ദൈവിക രാജകീയ ദൗത്യത്തിനകത്ത് നിൽക്കാമെങ്കിൽ ഒരിക്കലും നന്മയോ ഉയർച്ചകളോ നമുക്കൊരു ബന്ധനമാകത്തേ ഇല്ല. The more God blesses you, the more God gives you, you should humble yourself more and more into the presence of God. You should give more to the presence of God. And whatever you receive, the blessings, all the wealth, all those things you receive, declare that God, you have given me, it belongs to you, this is all yours. And if you declare that, if you surrender before God, if you humble yourself before God, then you will be able to enter into this royal mission. ഇതാണ് നമ്മുടെ റോയൽ ഐഡന്റിറ്റിയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. We have been mentioning, we have been discussing about the royal identity. ഈ തിരിച്ചറിവ് മക്കൾ മിഷന് വേണ്ടി ഇനി തയ്യാറാകണം. And the one who realize, one who have this realization, get ready for the royal mission. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവിൽ നിന്ന് ലഭിച്ച വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് മിഷന് വേണ്ടി ഇറങ്ങുവാൻ തയ്യാറാകണം. Jesus mentioned to the disciples that you should wait to receive the power of Holy Spirit, and once you receive the power, you should go unto the nations and fulfill the mission. കഴിവുള്ളത് കൊണ്ട്, അറിവുള്ളത് കൊണ്ട്, വചനം അറിയാവുന്നത് കൊണ്ട് മിഷൻ നടക്കത്തില്ല. ദൈവശക്തിക്ക് പകരം വെക്കാൻ, പരിശുദ്ധാത്മാവിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. അതുകൊണ്ട് മിഷൻ ആണെന്ന് മനസ്സിലായവർ, മിഷൻ എന്നെ ഏൽപ്പിച്ചെന്ന് മനസ്സിലായവർ ദൈവശക്തിക്ക് വേണ്ടി കരയാനും പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. You have the mission, you have skills, you have all those things, but that is not enough. The one who have the royal mission, the one who have the skills, that will not be adequate. You should receive the power from above. You should receive the power and you should surrender before the power of Holy Spirit so that this will be fulfilled. നിങ്ങളാണ് ഈ രാജാവിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. You are the one who should represent the king. നിങ്ങളാണ് നഷ്ടപ്പെട്ടതിന്റെ അടുക്കലോട്ട് ചെല്ലേണ്ടത്. നിങ്ങൾ ഓരോരുത്തരുമാണ്. You are the one who should go and reach out to the lost. നിങ്ങളാണ് ഈ വെളിച്ചത്തെ റിഫ്ലക്ട് ചെയ്യേണ്ടവർ. You are the one who should reflect the light. നിങ്ങളാണ് ഈ കർത്താവിന് വേണ്ടി കർത്താവിനെ ഉയർത്തേണ്ടവർ, ഇവൻ ആരാധന അർപ്പിക്കേണ്ടവർ. You are the one who should lift up the name of the Lord and worship him. ഈ മിഷൻ നമ്മുടെ മേൽ കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. God has entrusted this mission upon you. നിങ്ങളുടെ നാവിലൂടെ പറയണം, ജീവിക്കുന്ന ദൈവമുണ്ട്. With your tongue you should declare that there is a God who is alive. നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. There is a God who loves you. സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. There is a God who heals you. ജീവനുള്ള ഒരു ദൈവമുണ്ട്. There is a God who is alive. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല, നിനക്കൊരു നിത്യതയുണ്ട്. Your life is not ending with your death. You have an eternal life. നിനക്കൊരു രക്ഷകൻ ഉണ്ടെന്ന് പറയേണ്ടത് കുഞ്ഞേ, എന്നിലൂടെ നിങ്ങളിലൂടെയാണ് ഈ ശബ്ദം കൈമാറേണ്ടത്. The people should, the nation should listen to you, listen to one and every one of us, each and every one of us, that there is a savior out there, there is a living God out there. ഒരു എല്ലാ വെള്ളിയാഴ്ച യൂത്ത് മീറ്റിംഗ് നടക്കുന്ന ഒരു ചർച്ച ഉണ്ട്. There is a church where a youth meeting happens every Friday. ഫ്രണ്ട് റോയിൽ ഒരു ചെയർ എപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്.
There is always a single chair left empty on the front row. ഐ മീൻ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പം ആ യൂത്ത് ലീഡർ ചോദിച്ചു, ഇവിടെ ആരാ ഇരിക്കുന്നത്? എന്നും ഈ ചെയർ ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. After a couple of weeks, the youth leader inquired why this chair is empty. ഐ മീൻ ഒരു പെൺപൈതൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഐ മീൻ സ്വത്രം, എന്റെ ഫ്രണ്ട് ഇരിക്കേണ്ട ഒരു ചെയറാണത്. A little girl stood up and mentioned that this is the chair my friend is supposed to ഞാൻ sit. പല പ്രാവശ്യം അവളെ വിളിച്ചായിരുന്നു. I invited her many times. ഞാൻ ചർച്ചിനെ പറ്റി പറഞ്ഞായിരുന്നു. I mentioned to her about the ഞാൻ church. പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ദിവസം എന്നെ ചർച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. I told her that I will take you to our church one day. എന്നിട്ട് ശാന്തമായിട്ട് കുറച്ചു നേരത്തേക്ക് അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. ഹൃദയവേദനയോടെ അവൾ അടുത്തൊരു വാക്ക് പറഞ്ഞു. And for a moment she became silent and ഞാനിങ്ങനെ with a ഓരോ burdened heart. ആഴ്ചയും പോസ്റ്റ്പോൺ ചെയ്ത് പോയി. And with a burdened heart she mentioned something. I have been postponing this for many weeks. കഴിഞ്ഞ മാസം എൻ്റെ ആ ഫ്രണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. And the last month my friend passed away from this world. ഐ മീൻ ആ യൂത്ത് മീറ്റിംഗ് സൈലന്റ് ആയി. നിമിഷത്തേക്ക് ആർക്കും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയായി പോയി. The youth meeting became very silent and no one has any words to speak about this. നമുക്ക് അല്ലെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തത് അകത്തങ്ങോട്ട് ഒരു കുറ്റബോധം പോലൊക്കെ വരാനായിട്ട് തുടങ്ങി. And the fact that this opportunity was missed, that they all started to feel guilty about it. ആ യൂത്ത് ലീഡർ എണ്ണീച്ച് ഇങ്ങനെ പറഞ്ഞു, And the youth leader mentioned like this. ഈ നരകം നിറയുന്നത് കർത്താവ് സ്നേഹിക്കാത്തത് കൊണ്ടല്ല, കർത്താവിനെ പറ്റി കേൾക്കാൻ ആളില്ലാത്തത്, കേൾക്കാതെ പോയത് കൊണ്ടാണ് പലതും നരകത്തിൽ പോകുന്നത്, ദൈവം സ്നേഹിക്കാത്തത് കൊണ്ടല്ല. And the youth leader said that the heavens is getting filled up not because God is not loving the people, but just because there are no one to go and tell to the people about this love of God. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു MG സീറ്റ് നിങ്ങളുടെ മുൻപിലുണ്ടോ? Do you have an empty seat in front of you? ഒരുപക്ഷെ കൂട്ടുകാരായിരിക്കാം, ഫാമിലി ഫ്രണ്ട് ആയിരിക്കാം, സഹോദരനായിരിക്കാം, ആരെയാ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും പറയണം ഷെയർ ചെയ്യണം, ഒരു വാക്ക് പറയണം. പക്ഷെങ്കിൽ കുഞ്ഞെ നഷ്ടപ്പെട്ടു പോകരുത്. നിങ്ങളുടെ സൈലൻസ് ആരെയും നരകത്തിൽ കൊണ്ടുപോകരുത്. ഒരു വാക്ക് പറയാമെങ്കിൽ, ഒന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, ഈ സ്നേഹം പങ്കുവെക്കാമെങ്കിൽ ഒരു പക്ഷെ സ്വർഗത്തിൽ നമ്മോടൊപ്പം ഇരിക്കേണ്ട വ്യക്തിയായിരിക്കും. അവൻ ഈ റോയൽ മിഷന്റെ മഹത്വം ദൈവമക്കൾ മനസ്സിലാക്കണം. My dear, do you have an empty seat right in front of you? It might be your friend, it might be your sibling, it might be your relative, it might be someone who is close to you. Do you have this seat in front of you? And you should not miss this opportunity so that you will not be regretting later on in your life. റോമാലേഖനം 10:13 വായിച്ച 13:14 വായിച്ചു. You should pray that God, please give me opportunity. You should not miss that opportunity to go and talk to this person so that they will also sit along with us in the kingdom of God in eternal life. അത് വായിച്ചേ, റോമാലേഖനം 10:13-14. Romans chapter 10 verse 13 and 14. ഏവനും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കർത്താവേ എന്ന് വിളിച്ചാൽ രക്ഷിക്കപ്പെടും. പക്ഷേ അവൻ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാത്തവൻ എങ്ങനെ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ? ഇന്ന് പകലക്കാലം കുഞ്ഞെ നിങ്ങളിലൂടെ വേണം ഇങ്ങനൊരു യേശു ഉണ്ടെന്ന് അറിയുവാൻ. അത് കേട്ടാൽ അവനും യേശുവേ എന്ന് വിളിക്കും. ആ വിളി അവന് രക്ഷയ്ക്ക് കാരണമായി തീരും. ഞാൻ എത്രവർക്ക് മനസ്സിലാകുന്നുണ്ട്? കൂടെപ്പറപ്പെ നഷ്ടമായി പോകരുത്. ആ പെൺകുഞ്ഞ് യൂത്ത് മീറ്റിങ്ങിന് കരഞ്ഞോണ്ട് പറഞ്ഞതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ഞാൻ ചർച്ചിനെ പറ്റി പറഞ്ഞു, പലതും പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ടുപോകാം. പക്ഷെങ്കിൽ അടുത്ത ആഴ്ചയുടെ പക്ഷെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി പോയി, നഷ്ടപ്പെട്ടു പോയപ്പോൾ ആ കുഞ്ഞ് ആ ചെയർ പിന്നെ ഇട്ടിരിക്കുക. എന്നിട്ട് കരയെ, കർത്താവേ എനിക്കത് പറ്റിയില്ലല്ലോ കുഞ്ഞെ. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ആ മിഷൻ എൻ്റെ മേലുണ്ട്. എവിടെയൊക്കെയോ ഞാൻ സൈലന്റ് ആകുകയാണ്, എവിടെയൊക്കെയോ ഞാൻ മറഞ്ഞിരിക്കുകയാണ്. കർത്താവേ ഈ 4-ാം മാസം ദൈവം ഏൽപ്പിച്ച ദൈവിക ദൗത്യത്തിന് വേണ്ടി എൻ്റെ സൈലൻസ് ഒന്ന് മാറി, എൻ്റെ ആദരം ഒന്ന് തുറക്കുവാൻ, ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവേ എന്നെ ഉപയോഗിക്കണമെന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്.
Everyone who calls upon the Lord will be saved. But think about this. How will someone call upon the Lord if they don't believe? How will someone believe that there is love of God, this saving grace, if they have not heard about it? How will they hear? Because no one is there to preach to them. So just like the young little girl who missed the opportunity and later on regretted that, God, I should have spoken to I did speak about the church, I did speak about many things, but I should have spoken about the saving grace to this person. So I encourage all of you to take a moment to surrender before God so that you will be fruitful for the kingdom of God. You will not miss out this opportunity, and pray. Let us pray together that God use me so that I will not miss out any of the opportunities. 3 കാര്യം പ്രാർത്ഥിക്കണം. You should pray for 3 things. God use me. God use me. Give me courage. Amen. Help me not to stay silent. Amen. കർത്താവേ, മൗനമായിട്ടിരിക്കാതെ കർത്താവിനെ പറ്റി പറയുവാൻ ഒരു ധൈര്യം കർത്താവേ എന്നെ ഉപയോഗിക്കണമേ. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. Let's all pray together. God, help me not to stay silent. Give me the courage to share the gospel. Let's all pray together. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ, ആ റോയൽ മിഷൻ എൻ്റെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത്. Lord, I should not lose this royal mission because I was ignorant. കർത്താവേ, എൻ്റെ മേൽ ഒരു ദൈവ കൃപ പകരണമേ. Lord, please pour out your grace upon me. കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ. God, please use me. കർത്താവേ, എനിക്ക് ആ ശക്തി നൽകി തരണമേ. God, please anoint me with that power of Holy Spirit. എവിടെയൊക്കെയോ ഞാൻ മൗനമായി പോയി. Many a times I was silent. നിൽക്കേണ്ട പോലെ, പറയേണ്ട പോലെ, യേശുവിൻ്റെതാണെന്ന് വെളിപ്പെടുത്താതെ ലോകത്തിന് അനുരൂപമായി പോയി. കർത്താവേ, ക്ഷമിക്കണമേ. ആ റോയൽ മിഷനിലേക്ക് എന്നെ മടക്കി വരുത്തണമെന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. Lord, forgive me because I did not stood according to the Christ, according to the faith. Lord, many a times I did not reveal that I belong to Christ. Lord, I carry this royal mission. Lord, I surrender before you. Let's all pray together. ഹല്ലേലൂയ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, Abba Father. Lord, Holy Spirit, we surrender before you. ഇന്ന് പകൽക്കാല വിജനത്തെ ഞങ്ങളുടെ ബലമുള്ള കരത്തിൽ ഏൽപ്പിക്കുന്നു. Lord, we surrender this people unto your mighty hand. ഈ 3 ദിവസമായി ദൈവസഭയ്ക്കകത്ത് ഈ തീം കർത്താവ് നൽകി തന്നതിനായി സ്തോത്രം. Lord, we thank you for delivering this theme for the past 3 days within our church. വിളിയുള്ള പലതും മറഞ്ഞിരിക്കുകയാണ്. Many who have the calling is hiding. ദൗത്യമുള്ളത് പലതും അതിലോട്ട് ഇറങ്ങുവാൻ കഴിയാതെ എവിടെയൊക്കെയോ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. Many of those who have the calling are not able to enter into this calling and being binded with many of the problems with the flesh. കർത്താവേ, ഇതിനെ തുടങ്ങ മനസ്സലിയണമേ. God, please have mercy upon this people. ഇവിടെ ഹൃദയം തുറക്കപ്പെടട്ടെ. Please open our hearts. ഇവിടെ ബുദ്ധിമണ്ഡലം തുറക്കപ്പെടട്ടെ. Let their heart be opened. ദൈവാത്മാവിന്റെ എല്ലാത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണേ. God, please deliver us from all those things that are not according to the Spirit of God. കർത്താവേ, സത്യം അറിയുകയും അത് സ്വാതന്ത്ര്യം വരുത്തുന്നതാകയാൽ സ്തോത്രം ചെയ്യുന്നു. Lord, knowing the truth and the truth will set us free. We thank you for that. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ട ആരെങ്കിലും ബന്ധിക്കപ്പെട്ടു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുകയാണ്. ആ മുഖം പൊട്ടി ആ റോയൽ മിഷനിലോട്ട് ചുവട് വെക്കുവാൻ ഇന്ന് പകലിൽ സഭ ഒരുമിച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. Lord, if there is someone who is sitting here who have this royal mission, who have this calling and is binded by the Spirit, binded by this world, Lord, we pray that let these chains be broken today and let them be delivered today so that they will enter into the royal mission. എല്ലാവരും ദൈവത്താൽ ഉപയോഗിക്കപ്പെടട്ടെ. Let everyone be used for the mighty work of God. ഇവരുടെ വാദരത്തിലൂടെ ആ രക്ഷകന്റെ സന്ദേശം കൈമാറട്ടെ. Let every one of us be able to share this saving grace, the message of Savior to others. യേശുവിനെ വെളിപ്പെടുത്തുന്നവരായി തീരട്ടെ. Let them be revealing the presence of Jesus. നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. We bless them in your name. യേശുവിന്റെ നാമത്തിൽ തന്നെ. In the name of Jesus. നമ്മുടെ കരം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ. Hallelujah. പ്രിയരേ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോകരുത്, അവൻ നശിച്ചു പോകരുത്. കർത്താവ് ഏൽപ്പിച്ച വേല ചെയ്യുക, തികയ്ക്കുക.
ആമേൻ. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ സ്വർഗ്ഗം നിങ്ങളെ സഹായിക്കട്ടെ. The coming of our Lord is near. We should not lose this opportunity. We should not miss this opportunity. May Lord Almighty use each and every one of you for the purpose of His kingdom. ആമേൻ. Amen. ആമേൻ.